പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിൽ ആഭ്യന്തര വകുപ്പിനെ പരാതി അറിയിച്ച് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ കുടുംബം. എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് പരോൾ നൽകിയതെന്ന് ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് പരോളിനുള്ള നടപടികൾ നീക്കി പ്രതികളെ വീടുകളിൽ പോകാൻ അനുവദിച്ചത് ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുമെന്നും സത്യനാരായണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇവർ 5 പേർക്കും 2 പ്രാവശ്യം ഇതിന് മുമ്പേ പരോൾ അനുവദിച്ചതാണ്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഇവർ പരോൾ അനുവദിക്കുന്നത്. അപ്പോൾ 15 ദിവസം ജയിലിലും 15 ദിവസം പുറത്തു വന്ന ഇവരെ പരിപാടി. അപ്പോൾ ഇതിനെതിരെ ശക്തമായ ഒരു ജനമുന്നേറ്റം തന്നെ ഉണ്ടാകും. യൂത്ത് കോൺഗ്രസ് ഒക്കെയുടെ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് നാട്ടിലേക്ക് തന്നെ. അപ്പോൾ മാനദണ്ഡങ്ങൾ ഒക്കെ മുമ്പേ നമ്മൾ പോലീസ് സ്റ്റേഷൻ പരിധിക്കകത്ത് മുമ്പേ ഇവരെ വിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇവരെ വീട്ടിലേക്ക് തന്നെ വിട്ടിട്ടുണ്ട്. അതൊന്നും മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ കണ്ട് പോലീസിനൊന്നും നിർദ്ദേശം കൊടുക്കാതെ കണ്ട് ഇവരെ ഇളക്കി വിട്ടതാണ്. അപ്പോൾ എന്തും ചെയ്യാമെന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ CPM എന്ന പാർട്ടി അല്ലെങ്കിൽ ഈ മുൻ സർക്കാരുകൾ ചെയ്തു കൂട്ടിയത്. അപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ ഇടവേളയിൽ ഇവർ ചെയ്തു കൂട്ടിയ ഒരു വേലയാണിത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ ജനമുന്നേറ്റം തന്നെയുണ്ടാകും. അത് യൂത്ത് കോൺഗ്രസ് മാത്രമല്ല, നാട്ടിലെ ജനങ്ങളൊക്കെ വലിയ കലാപാന്തരീക്ഷം ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ളത്. സംഘർഷ സാധ്യതയുള്ളതിനാൽ പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്തെടുത്ത തീരുമാനമെന്നാണോ മനസ്സിലാക്കാനാകുന്നത്? ഇപ്പോൾ ശരത് ലാലിന്റെ കുടുംബം നടത്തുന്ന പ്രതികരണം, അതോടൊപ്പം തന്നെ ഒരു സംഘർഷ സാധ്യത എന്നൊക്കെ പറയുമ്പോൾ ഇവർ പരോളിൽ ഇറങ്ങിയാൽ അതിനോട് പ്രതികരിക്കും എന്നത് മുൻകൂട്ടി കണ്ടാണോ പോലീസിനെ വിന്യസിക്കുന്നത്? സ്മൃതി, അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ പെരിയ കല്ലോട്ട് മേഖലയിലുണ്ട്. കാരണം മുമ്പും ഈ പ്രതികൾക്ക് പരോൾ അനുവദിച്ചിരുന്നു. ആ ഘട്ടത്തിലൊക്കെ വ്യവസ്ഥ ഉണ്ടായിരുന്നത് ഇവർ പരോളിലാണെങ്കിൽ പോലും ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നതായിരുന്നു വ്യവസ്ഥ ഉണ്ടായിരുന്നത്. അതായത് ഇവർക്ക് ഇവരുടെ വീടുകളിൽ പോകാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ പരോൾ നൽകിയപ്പോൾ പ്രത്യേകമായി ഈ വ്യവസ്ഥയിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നിലവിൽ പരോൾ അനുവദിച്ചിട്ടുള്ള പ്രതികൾക്ക് അവർക്ക് അവരുടെ വീടുകളിൽ പോകാം. അതായത് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. അതാണിപ്പോൾ ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു ആശങ്കയിലേക്ക് പോയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പെരിയ കല്ലോട്ട് മേഖലയിൽ പോലീസിന്റെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പോലീസിനെ ഈ മേഖലയിലൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. നിലവിൽ കോൺഗ്രസും ഈ രക്തസാക്ഷി കുടുംബവും ആരോപിക്കുന്നത് ഇതെല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് LDF സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള നടപടിയാണ് ഇത് എന്നതാണ് ആരോപിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെ പറയുന്നത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ഈ പ്രതികൾക്ക് 5 പ്രതികൾക്ക് പരോൾ അനുവദിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പോലും ഹൈക്കോടതി ഉത്തരവിന് മുമ്പ് തന്നെ സ്വാഭാവികമായും ജയിൽ സൂപ്രണ്ടിനോടും ജയിൽ ഉപദേശക സമിതി, അതോടൊപ്പം പോലീസ്, ലോക്കൽ പോലീസ് എന്നിവരോടൊക്കെ റിപ്പോർട്ട് തേടേണ്ടതാണ്. അപ്പോൾ എന്താണ് ഇവർക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് നൽകിയിട്ടുണ്ടോ? അങ്ങനെ നൽകിയിട്ടുണ്ട് എന്നതാണ് കോൺഗ്രസും രക്തസാക്ഷി കുടുംബമൊക്കെ ആരോപിക്കുന്നത്. ഈ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെ ഇവർക്ക് അനുകൂലമായി റിപ്പോർട്ട് നൽകി. അതിന്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതി ഇത്തരമൊരു ഉത്തരവ് നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് പരോൾ ലഭിച്ചിട്ടുള്ളത്. അതായത് LDF സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഇവർക്ക് വീട്ടിൽ പോകാൻ ഉൾപ്പെടെ അനുമതി, ആ വ്യവസ്ഥയിൽ പോലും മാറ്റം വരുത്തി ഇത്തരത്തിൽ പരോൾ അനുവദിച്ചത് ചട്ടലംഘനമാണ് എന്നതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ ആഭ്യന്തര വകുപ്പിനെ ഈ പരാതി അറിയിച്ചിട്ടുണ്ട്. ഇവർ പരോൾ നിലവിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരമായതുകൊണ്ട് അത് റദ്ദാക്കാൻ കഴിയില്ല. ഇനി ഇത്തരത്തിൽ പരോൾ അനുവദിക്കരുത് എന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.